എവ്രിവൺ, ഇന്നേ വന്നിട്ടുള്ളത് നമ്മുടെ 9th സ്റ്റാൻഡേർഡ് ഫിസിക്സിന്റെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലോസ് ഓഫ് മോഷന്റെ രണ്ടാമത്തെ പാർട്ടുമായിട്ടാണ്. അപ്പോൾ ഒന്നാമത്തെ ഭാഗം ആരെങ്കിലും കാണാത്തതായിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബാലൻസ്ഡ് ഫോഴ്സിനെ കുറിച്ചും അൺബാലൻസ്ഡ് ഫോഴ്സിനെ കുറിച്ചും അതേപോലെ തന്നെ ഇന്റേണൽ ഫോഴ്സും എക്സ്റ്റേണൽ ഫോഴ്സിനെ കുറിച്ചായിരുന്നു പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഗലീലിയോസ് ഒബ്സർവേഷൻ. ഇവിടെ നിങ്ങൾക്ക് 4 ചിത്രങ്ങൾ കാണാനായിട്ട് പറ്റും. ആദ്യത്തെ ചിത്രത്തിൽ നല്ല യു ഷേപ്പ് പോലെയാണ് ഉള്ളത്. രണ്ടാമത്തെ ചിത്രത്തിൽ ഈ ഒരു സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താ, കുറഞ്ഞു വന്നിട്ടുണ്ട് അല്ലെ. മൂന്നാമത്തെ ചിത്രത്തിൽ സ്ലോപ്പ് കുറച്ചും കൂടി കുറഞ്ഞു വന്ന് നാലാമത്തെ ചിത്രത്തിൽ സ്ലോപ്പ് നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞു വന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ എന്താണ് ഇതിനെ വിളിക്കുക ഒരു വയർ ചാനൽ എന്നാണ് കേട്ടോ. ഇതില് നമ്മളൊരു ഗോലി അല്ലെ, ഗോലി വെച്ചിട്ട് എന്ത് ചെയ്യാം, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഗോലി ഉരുട്ടി വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഉരുട്ടി വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ഗോലി ഇതിലൂടെ ഇങ്ങനെ പോകും അല്ലെ. അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ ചിത്രത്തിലും ഗോലി ഇങ്ങനെ പോകും, സിയിലും ഡിയിലും അങ്ങനെ പോകും അല്ലെ. അങ്ങനെയാണെങ്കിൽ what do you observe if in each case a marble is rolled from the end A in the wire channel? ഇപ്പോൾ എയിൽ നിന്നാണ് ഈ ഒരു മാർബിളിനെ ഉരുട്ടി വിടുന്നതെങ്കിൽ എന്താണ് നമുക്ക് കാണാനായിട്ട് പോവുക, ഈ ഒരു മാർബിള് സിന്റെ അടുത്തേക്ക് പോവാനായിട്ടാണ് ശ്രമിക്കുക അല്ലെ. എയിൽ നിന്ന് ഉരുട്ടി വിട്ട് കഴിഞ്ഞാൽ ഈ ഒരു മാർബിള് സി എന്ന് പറയുന്ന പോയിന്റിനെ തൊടാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക അല്ലെ. Does the distance traveled by the marble increases or decreases in each situation? ഇവിടെ എങ്ങനെയാണ്, എയിൽ നിന്ന് സിയിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നല്ല കുഴിഞ്ഞിട്ടാണുള്ളത് അല്ലേ. അപ്പോൾ എന്ന് ബിയിലേക്ക് നല്ല സുഖമായിട്ട് പോകും, പക്ഷെ ബിയിൽ നിന്ന് സിയിലേക്ക് ഈ ഒരു മാർബിളിന് അത്ര സുഖമായിട്ട് കയറി പോകാനായിട്ട് പറ്റില്ല. പക്ഷെ ബിയിലേക്ക് വന്നു കഴിഞ്ഞാലോ ചെരിവ് കുറച്ചും കൂടി കുറച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എയിൽ നിന്ന് കുറച്ചും കൂടി ദൂരെ ഏകദേശം ഈ ഒരു പോയിന്റ് വരെ ഒക്കെ പോകാനായിട്ട് പറ്റും അല്ലേ. സിയിലാണെങ്കിലോ കുറച്ചും കൂടി ചെരിവ് കുറച്ച്, അപ്പോൾ എയിൽ നിന്ന് കുറച്ചും കൂടി അല്ലേ ഏകദേശം ഈ ഒരു പോയിന്റ് വരെ എത്താനായിട്ട് പറ്റും. ഈ നാലാമത്തെ ചിത്രം നോക്ക്, എയിൽ നിന്ന് ഉരുട്ടി വിട്ട് കഴിഞ്ഞാൽ ആ ബോളിന് എന്താ ഇങ്ങനെ സിയിലേക്ക് അല്ലെ, സിയിലേക്ക് നിൽക്കുമൊന്നുമില്ല, സിയിൽ നിന്നും പിന്നെയും ദൂരോട്ടേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ എന്താണ് കാണുന്നത്, ഇവിടെ എന്താണുള്ളത്, ഓരോ കേസിലും മാർബിൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്താണ് ഇവിടെ ചെയ്യുന്നത്, കൂടി വരികയാണ് ചെയ്യുന്നത് അല്ലെ. വെൻ ഡിഡ് ദ മാർബിൾ ട്രാവൽ ദി ലോങ്സ്റ്റ് ഡിസ്റ്റൻസ്, എപ്പോഴാണ്, അതായത് ഏത് സിറ്റുവേഷനിലാണ് മാർബിൾ കൂടുതൽ ദൂരം സഞ്ചരിച്ചത്. യെസ്, ഓപ്ഷൻ ഡിയിൽ അല്ലെ, ഈ ഒരു ഡി എന്ന് പറയുന്ന ചിത്രത്തിലാണ് മാർബിൾ കൂടുതൽ ദൂരം സഞ്ചരിച്ചിട്ടുള്ളത്. The marble covers more distance as the slope decreases അല്ലെ. ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ ഒക്കെ സ്ലോപ്പ് കൂടുതലാ അല്ലെ, എയിലും ബിയിലും സിയിലും ഒക്കെ സ്ലോപ്പ് കൂടുതലാ അല്ലെ. എയിനേക്കാൾ സ്ലോപ്പ് കുറവാണ് ബിയില്, ബിനേക്കാൾ കുറവാണ് സിയില്, സിനേക്കാൾ കുറവാണ് ഡിയില്. അങ്ങനെ സ്ലോപ്പ് കുറയുകയാണെങ്കിൽ നമ്മുടെ മാർബിൾ സഞ്ചരിച്ച ദൂരം എന്ത് ചെയ്യുന്നുണ്ട്, കൂടിയിട്ടാണ് വരുന്നത് അല്ലെ, ദൂരം കൂടിയിട്ടാണ് വരുന്നത്. When the marble falls down, it has a tendency to reach the original height. This tendency makes the marble move longer distance as the slope decreases അല്ലെ. എന്താണ് പറഞ്ഞിട്ടുള്ളത്, നമ്മളുടെ മാർബിള് എ എന്ന് പറയുന്നതിന് ഇങ്ങനെ താഴോട്ടേക്ക് വീഴുമ്പോൾ അല്ലെ, താഴോട്ടേക്ക് വീഴുമ്പോൾ സ്ലോപ്പ് കുറയുന്നതിനനുസരിച്ച് ആ മാർബിളിന് കൂടുതൽ ദൂരം സഞ്ചരിക്കാനായിട്ട് ഒരു ടെൻഡൻസി ഉണ്ട്. Why did the marble come to rest after traversing some distance? ഇതിപ്പോ എയിലായാലും ബിയിലായാലും സിയിലായാലും ഡിയിലായാലും അല്ലെ, നമ്മൾ ഉരുട്ടി വിട്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ ഈ ഒരു ബോൾ അല്ലെങ്കിൽ ഈ ഒരു മാർബിൾ എന്ത് ചെയ്യുന്ന കാണാം, സ്റ്റോപ്പ് ആകുന്നത് കാണാം അല്ലെ. അതിന്റെ കാരണം എന്തായിരിക്കും, അതിന്റെ കാരണമാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. എന്താണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണമാണ്, ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ്. ഫ്രിക്ഷൻ എന്താ നമ്മൾ പഠിച്ചില്ല അല്ലെ, നമ്മളെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് എന്ത്, ഫ്രിക്ഷണൽ ഫോഴ്സ്. സോ മാർബിൾ റെസ്റ്റിലേക്ക് വരാനുള്ള കാരണം എന്താ, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്ത നോക്ക്, വാട്ട് വുഡ് ഹാവ് ഹാപ്പൻഡ് ഇഫ് ദി ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ വാസ് ആബ്സെന്റ്. ഈ ഒരു ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഫോഴ്സ് ആബ്സെന്റ് ആണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക, ആ മാർബിള് ഇങ്ങനെ മോഷനിലേക്ക് ഇങ്ങനെ തുടർന്നു കൊണ്ടേ നിൽക്കും അല്ലെ, തുടർന്നു കൊണ്ടേ നിൽക്കും.
What would have happened if no external force was applied to the marble? നമ്മൾ പുറമേ നിന്ന് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല എങ്കിൽ ആ മാർബിളിന് എന്താ സംഭവിക്കുക? യെസ്, അതിങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേ നിൽക്കും അല്ലെ. ഫ്രിക്ഷണൽ ഫോഴ്സോ അല്ലെങ്കിൽ പുറമേ നിന്ന് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് അതിനെ സ്റ്റോപ്പ് ചെയ്യാനോ ശ്രമിച്ചിട്ടില്ല എങ്കിൽ ആ മാർബിളിന് എന്ത് സംഭവിക്കും? അതിങ്ങനെ മോഷനിലാണെങ്കിൽ മോഷനിൽ തന്നെ തുടർന്നുകൊണ്ട് നിൽക്കും അല്ലെ. Write your inference from the above observation. An unbalanced external force is to be applied in the opposite direction of motion of a body to bring it to rest. An unbalanced external force is not required to maintain uniform motion along a straight line. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ ഒരു ബോളാണെന്ന് വിചാരിക്കും. ഈ ബോൾ ഇങ്ങനെ സഞ്ചരിക്കുന്നതാണ് എന്ന് വിചാരിക്കും. ബോൾ ഇങ്ങനെ നിലത്തുകൂടി എന്ത് ചെയ്യുന്ന സഞ്ചരിക്കുകയാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. ഇവിടെ ഇപ്പം എന്താ ഫ്രിക്ഷണൽ ഫോഴ്സ് ഒന്നും ഇല്ല എന്നും വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ബോളിനെ നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ബോൾ ഇങ്ങോട്ടേക്കാ സഞ്ചരിക്കുന്നതെങ്കിൽ ഈ ബോളിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്താ നമ്മളൊരു ഫോഴ്സ് കൊടുക്കേണ്ടി വരും അല്ലെ. ഫോഴ്സ് കൊടുക്കേണ്ടി വരും. എങ്ങനെയുള്ള ഫോഴ്സ് കൊടുക്കേണ്ടി വരും? ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ മോഷൻ അല്ലെ, ഈ മോഷന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും അല്ലെ. ഇങ്ങനെ എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് കൊടുത്തിട്ടില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക? ഇത് ഏത് സ്റ്റേറ്റിലാണോ ഉള്ളത് ആ സ്റ്റേറ്റിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേ നിൽക്കും. അതേപോലെ തന്നെയാണ് ഇപ്പൊ ഞാൻ ഒരു പാത്രം എടുത്ത് പാത്രത്തിന്റെ നടുവിലായിട്ട് ഒരു മാർബിൾ വെച്ചു എന്ന് വിചാരിക്കും. ഈ പാത്രത്തിനെ അനക്കുന്നോ ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ വെച്ചില്ല അല്ലെ. അപ്പോൾ ഞാൻ ഈ ഒരു മാർബിളിന് അല്ലെങ്കിൽ ബോളിന് എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് കൊടുക്കാത്തിടത്തോളം ആ ബോഡി എന്തിലായിരിക്കും ഉണ്ടാവുക? റെസ്റ്റിലായിരിക്കും ഉണ്ടാവുക അല്ലെ. ആ ബോഡി എന്തിലായിരിക്കും ഉണ്ടാവുക? റെസ്റ്റിലായിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ ഒരു ബോള് അല്ലെങ്കിൽ ഒരു മാർബിള് ഇങ്ങനെ മോഷനിലാണ് ഉള്ളതെങ്കിൽ ഞാൻ എക്സ്റ്റേണൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് അതിൻ്റെ മേലെ ഒരു ഫോഴ്സ് കൊടുക്കാത്തിടത്തോളം അത് ഏതിൽ തന്നെ തുടരും? മോഷനിൽ തന്നെ തുടരും. ഏതിൽ തന്നെ തുടരും? മോഷനിൽ തന്നെ തുടരും. ഈ ഒരു ടെൻഡൻസിയാണ് ആർക്കുള്ളത്? നമ്മളുടെ ഒബ്ജക്റ്റിനുള്ളത്. അപ്പൊ ഇതാണ് എന്തത്? നമ്മളുടെ ഗലീലിയോന്റെ ഇൻഫറൻസ് എന്ന് പറയുന്നത്. An unbalanced external force is essential to change the state of rest or uniform motion of a body. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ബോഡീന്റെ മോഷനെയോ അല്ലെങ്കിൽ യൂണിഫോം മോഷനെയോ അല്ലെങ്കിൽ റെസ്റ്റിലുള്ളതിനെയോ നമുക്ക് റെസ്റ്റിലുള്ളതിനെ മോഷനിലേക്ക് ആക്കാനോ അല്ലെങ്കിൽ മോഷനിലുള്ളതിനെ റെസ്റ്റിലേക്ക് ആക്കാനോ നമുക്ക് എന്തിന്റെ ആവശ്യമുണ്ട്? ഒരു എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഫോഴ്സ് അതിൻ്റെ മേലെ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റെസ്റ്റിലുള്ളതിനെ മോഷനിലും മോഷനിലുള്ളതിനെ റെസ്റ്റിലും ആക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മളുടെ ന്യൂട്ടൺ എന്തുണ്ടാക്കിയിട്ടുള്ളത്? ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഈ ഗലീലിയോന്റെ കുറച്ച് ഒബ്സർവേഷൻസിൽ നിന്നാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ വന്നിട്ടുള്ളത്. ഓക്കെ, Newton analyzed and consolidated the scientific observations of predecessors such as Galileo. This enabled him to put forward new ideas and inference on the motion of bodies subjected to forces. This paved the way for the formulation of Newton's laws of motion. അങ്ങനെയാണ്, അതായത് ഗലീലിയോന്റെ കുറെ ഒബ്സർവേഷൻസിൽ നിന്നൊക്കെയാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഇങ്ങനെയാണ് പറയുന്നത്: എവറി ബോഡി വിൽ കണ്ടിന്യൂ ഇൻ ഇറ്റ്സ് state of rest or uniform motion in a straight line unless and until an unbalanced external force acts on it. This is Newton's first law of motion. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരു ബോഡി ഇതിപ്പോൾ റെസ്റ്റിലാണുള്ളതെങ്കിൽ ഈ ഒരു ബോഡിക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുക്കാത്തിടത്തോളം, ബാലൻസ്ഡ് ഫോഴ്സാ കൊടുത്തതെങ്കിൽ ഇത് മൂവ് ചെയ്യോ? ഇല്ല. അതുകൊണ്ടാണ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാലൻസ്ഡ് ഫോഴ്സ് എന്താ അൺബാലൻസ്ഡ് ഫോഴ്സ് എന്താണെന്ന് പഠിച്ചിട്ടുള്ളത് അല്ലെ. ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഈ ഒരു ബോഡി റെസ്റ്റിലാണുള്ളതെങ്കിൽ ഈ ഒരു ബോഡിയിലേക്ക് നമ്മൾ അൺബാലൻസ്ഡ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കാത്തിടത്തോളം ഈ ബോഡി റെസ്റ്റിൽ തന്നെ തുടരും. നേരെ മറിച്ച് ഒരു ബോഡി മോഷനിലാണ് ഉള്ളത് എന്ന് വിചാരിക്കും. ഈ ഒരു ബോള് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കും, ഇങ്ങോട്ടേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബോഡി മേലെ എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് കൊടുക്കാത്തിടത്തോളം, അതായത്
പുറമേ നിന്ന് നമ്മൾ ഇതിനെ പിടിച്ചു വെക്കാനോ അല്ലെ ചവിട്ടി നിർത്തുക ചെയ്യാത്തിടത്തോളം ഈ ബോഡി ഏതിൽ തന്നെ തുടരും, മോഷനിൽ തന്നെ തുടരും എന്ന് വെച്ച് കഴിഞ്ഞാൽ എവറി ബോഡി വിൽ കണ്ടിന്യൂ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അൺലെസ് ആൻഡ് അൺടിൽ ആൻ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ്. ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സ് ഒരു വസ്തുവിന്മേൽ ആക്ട് ചെയ്യാത്ത പക്ഷം ആ ബോഡി ഏത് സ്റ്റേറ്റിലാണോ ഉള്ളത് ആ സ്റ്റേറ്റിൽ തന്നെ തുടരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, the first law of motion helps us to define the physical quantities inertia and force. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ലോ, ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്തൊക്കെ ഡിഫൈൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്? ഇനീഷ്യയും ഫോഴ്സും ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എന്തായിരിക്കും? ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എൻ്റെ കയ്യിൽ ഒരു സ്പഞ്ച് ഉണ്ട് എന്ന് വിചാരിക്കും, ഇതൊരു സ്പഞ്ചാണെന്ന് വിചാരിക്കും. ഓക്കെ, ഈ ഒരു സ്പഞ്ചിൽ ഞാൻ കൈ വെച്ച് അമർത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇതിന്റെ ഷേപ്പ് മാറ്റാനായിട്ട് പറ്റും അല്ലെ? അപ്പോൾ ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മാറ്റാനായിട്ട് പറ്റും? ഷേപ്പ് മാറ്റാനായിട്ട് പറ്റും അല്ലെ? അതേപോലെ തന്നെ റെസ്റ്റിലുള്ള ഒരു ഒബ്ജക്റ്റിന് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്തിലേക്ക് മാറും? മോഷനിലേക്കായി മാറും അല്ലെ? അപ്പൊ റെസ്റ്റിലുള്ളതിനെ എന്തിലേക്ക് മാറ്റാനായിട്ട് പറ്റും? മോഷനിലേക്ക് ആക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഈ ഒരു ബോള് മൂവ് ചെയ്യുന്നതാണ് എന്ന് വിചാരിക്കാം, മോഷനിലാണ് ഉള്ളതെന്ന് വിചാരിക്കാം. അങ്ങനെയാണ് ഈ മോഷനിലുള്ളതിന് നമ്മളൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതിനെ റെസ്റ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും അല്ലെ? അപ്പൊ മോഷനിലുള്ളതിനെ എന്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും? റെസ്റ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഫോഴ്സ് കൊടുത്തിട്ട് എന്ത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ സ്പീഡ് കൂട്ടാനോ കുറക്കാനോ സഹായിക്കും. അപ്പൊ ഫോഴ്സ് കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്താ? ഷേപ്പ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും, റെസ്റ്റിലുള്ളതിനെ മോഷനിലേക്കാക്കി മാറ്റാൻ പറ്റും, മോഷനിലുള്ളതിനെ റെസ്റ്റിലേക്കാക്കി മാറ്റാൻ പറ്റും, ഡയറക്ഷൻ മാറ്റാൻ പറ്റും, പിന്നെ എന്താ? സ്പീഡ് കൂട്ടാനോ കുറക്കാനോ സഹായിക്കും. ഇതൊക്കെയാണ് എന്ത്? നമ്മുടെ ഫോഴ്സിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇതാണ് എന്തത്? ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു എക്സ്റ്റേണൽ ആയിട്ട് അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്യാത്തിടത്തോളം കാലം ആ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിൽ തന്നെ, മോഷനിലാണെങ്കിൽ മോഷനിൽ തന്നെ തുടരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ. ഇനി നമുക്ക് നോക്കാം ഇനേർഷ്യ എന്താണെന്ന്. Did you notice that passengers standing in a bus tend to fall backward when the bus at rest moves forward suddenly? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഇപ്പൊ ബസ്സിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ് എന്ന് വിചാരിക്കും, അപ്പൊ ആ ബസ് ആദ്യം തന്നെ എന്തില്ല? റെസ്റ്റിലാണ് ഉള്ളത്. അപ്പൊ ബസ് സഡൻ ആയിട്ട് എന്ത് ചെയ്ത് മുന്നോട്ടേക്ക് എടുത്ത് എന്ന് വിചാരിക്കും, അങ്ങനെയാണെങ്കിൽ ആ ആള് ബേക്കോട്ടേക്ക് ചാഞ്ഞു പോകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ before the bus moved forward, weren't the passengers and the bus stationary? അതായത് ബസ് മുന്നോട്ടേക്ക് എടുക്കുന്നതിനേക്കാൾ മുന്നേ ആ ബസ്സും ആ പാസഞ്ചറും, അതിലുള്ള പാസഞ്ചറും എന്തിലാണുള്ളത്? റെസ്റ്റിലാണുള്ളത് അല്ലെ? When the bus moves forward suddenly, the passenger tend to fall backward because of the tendency to continue in the state of rest. This tendency is the inertia of rest. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്സ്റ്റേണൽ ആയിട്ട് ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്യാത്തിടത്തോളം കാലം ഒരു വസ്തു റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റ് ചെയ്യാനുള്ള കഴിവും, അതേപോലെ തന്നെ മോഷനിലാണെങ്കിൽ മോഷനിലേക്ക് നിൽക്കാനുള്ള കഴിവും ഉണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഒരു ബസ് മുന്നോട്ടേക്ക് എടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ എന്താ? ബസ് നിർത്തിയിട്ടാണുള്ളത്, നിർത്തിയിട്ടേല് പാസഞ്ചേഴ്സ് നിന്നിട്ടാണ് ഉള്ളതെന്ന് വിചാരിക്കും. അപ്പൊ ബസ്സും റെസ്റ്റിലാണ്, പാസഞ്ചേഴ്സ് എന്തിലാണ്? റെസ്റ്റിലാണ് ഉള്ളത് അല്ലെ? അപ്പൊ നമ്മളുടെ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പ്രകാരം എന്തെന്നാ? റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റ് തന്നെ തുടരാനുള്ള എന്തുണ്ടാവും? ടെൻഡൻസി ഉണ്ടാവും എന്നാ പറഞ്ഞത്. അപ്പൊ സഡൻ ആയിട്ട് ബസ് മുന്നോട്ടേക്ക് എടുത്ത് പക്ഷെങ്കിൽ ഈ നിൽക്കുന്ന ആൾ എന്തിൽ തന്നെ തുടരാനാ താല്പര്യമുള്ളത്? റെസ്റ്റ് തന്നെ തുടരാനാണ് താല്പര്യമുള്ളത് അല്ലെ? അപ്പോൾ ആ നിന്നെടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കാനുള്ള ഒരു ടെൻഡൻസി വരില്ല. അപ്പൊ ബസ് മുന്നോട്ട് എടുക്കുമ്പോൾ ഈ പാസഞ്ചേഴ്സിന് എന്ത് സംഭവിക്കും? ബേക്കോട്ടേക്ക് ഇങ്ങനെ ആഞ്ഞു പോകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ബേക്കോട്ടേക്ക് എന്താ? നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ആകുന്നത് പോലെ കാണാനായിട്ട് പറ്റും. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. Why do passengers standing in a bus tend to fall forward when the
മൂവിങ് ബസ് സ്റ്റോപ്പ് സഡൻലി. ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബസ്സിൽ പാസഞ്ചേഴ്സ് ഇങ്ങനെ നിന്നിനാണെന്ന് വിചാരിക്കുക. അപ്പൊ മൂവ് ചെയ്യുന്നതാണ് ബസ്. അപ്പൊ പാസഞ്ചേഴ്സ് എന്തിലാണുള്ളത്? മോഷനിലാണുള്ളത് അല്ലെ. അപ്പോൾ പാസഞ്ചേഴ്സ് മോഷനിലാണുള്ളത് അല്ലെ. അപ്പൊ ബസ്സും പാസഞ്ചേഴ്സ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യം എന്താണ്? മോഷനിലാണുള്ളതെങ്കിൽ മോഷനിൽ തന്നെ തുടരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അല്ലെ. അപ്പൊ ബസ് സഡൻലി സ്റ്റോപ്പ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ബസ് റെസ്റ്റിലേക്ക് വന്നു. പക്ഷെങ്കിൽ നമ്മൾ എന്തിൽ തന്നെയാ തുടരുന്നത്? മോഷനിൽ തന്നെയാ തുടരുന്നത് അല്ലെ. അപ്പൊ ബസ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തിലേക്ക് തന്നെ തുടരും? മോഷനിലേക്ക് തന്നെ തുടരും. അതുകൊണ്ടാണ് നമ്മൾ ഫോർവേഡിലേക്ക് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നതായിട്ട് തോന്നുന്നത്. ഓക്കെ. A body at a rest cannot change its state of rest by itself. This is inertia of rest. A body in uniform motion cannot change its state of motion by itself. This is inertia of motion. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു ബോഡി ആദ്യം എന്തിലായിരുന്നു? റെസ്റ്റിലാണുള്ളത് അല്ലെ. റെസ്റ്റിലാണെങ്കിൽ എന്താണ്? അത് റെസ്റ്റിൽ തന്നെ തുടരും അല്ലെ. റെസ്റ്റിൽ തന്നെ തുടരും. മോഷനിലാണെങ്കിലും അത് മോഷനിൽ തന്നെ തുടരും. അങ്ങനെ ആ ഒരു ബോഡിക്ക് എന്താണ്? അതിന്റെ സ്റ്റേറ്റ് മാറ്റാനാവാത്തൊരു കഴിവുണ്ടാവുമല്ലോ അല്ലെ. ആ ഒരു സ്റ്റേറ്റ് മാറ്റാൻ ആവുന്നില്ല എങ്കിൽ അതിനെ വിളിക്കുന്നതാണ് എന്തെന്ന്? ഇനേഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ബോഡിക്ക് അതിന്റെ യൂണിഫോം മോഷൻ മാറ്റാനാവാത്തതിനാണ് എന്ത് പറയുന്നത്? ഇനേഷ്യ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അപ്പം റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റ് തന്നെ തുടരും എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റിന്ന് മോഷനിലേക്ക് ആവാൻ കുറച്ച് സമയം എടുക്കും അല്ലെ. അതേപോലെ തന്നെ മോഷനിലാണെങ്കിൽ മോഷനിൽ തന്നെ തുടരും അല്ലെ. മോഷനിൽ തന്നെ തുടരും. റെസ്റ്റിലേക്ക് വരാൻ എന്താ? ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഇനേഷ്യ ഓഫ് റെസ്റ്റ് എന്നും ഇനേഷ്യ ഓഫ് മോഷൻ എന്നും പറയുന്നത്. ഓക്കെ. Analyze the above ideas and write down a practical definition for inertia. Compare it with the definition given below. Inertia of a body is the tendency of the body to continue its state of rest or uniform motion. റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെ, മോഷനിലാണെങ്കിൽ മോഷനിൽ തന്നെ. അതായത് റെസ്റ്റിലുള്ള ബോഡിക്ക് മോഷനിലേക്ക് പെട്ടെന്ന് വരാനോ അല്ലെങ്കിൽ മോഷനിലുള്ള ബോഡിക്ക് പെട്ടെന്ന് റെസ്റ്റിലേക്ക് വരാനോ പറ്റുന്നില്ല. അതിനെയാണ് എന്ത് പറയുന്നത്? ഇനേഷ്യ ഓഫ് റെസ്റ്റ് എന്നും ഇനേഷ്യ ഓഫ് മോഷൻ എന്നും പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഡു ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ആൻഡ് റൈറ്റ് ഡൗൺ ദ ഒബ്സർവേഷൻ ഇൻ ദി സയൻസ് ഡയറി. Place a paper on a table. Keep a closed flat bottomed bottle filled with water over the paper. Quickly pull the paper horizontally. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഒരു ടേബിളിൽ അടിയിലായിട്ട് ഒരു പേപ്പർ വെക്കുക. ആ പേപ്പറിന്റെ മുകളിൽ ക്യാപ്പ് ഇട്ടിട്ടുള്ള ഒരു ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ട് വെക്കുക. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യുക? സഡൻ ആയിട്ട് പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് എന്ത് ചെയ്യുക? ഈ പേപ്പർ എന്ത് ചെയ്യുക? വലിച്ചു കളയുക. വാട്ട് ഹാപ്പൺ ടു ദ ബോട്ടിൽ? ഈ ബോട്ടിലിന് എന്താ സംഭവിച്ചത്? ആ ബോട്ടിൽ അവിടെ തന്നെ നിന്നിട്ടുണ്ട് അല്ലെ. നെയിം ദ ഇനേഷ്യ പൊസസ്ഡ് ബൈ ദ ബോട്ടിൽ. ഇത് എന്ത് ടൈപ്പ് ഇനേഷ്യ ആയിരിക്കും? ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആയിരിക്കും അല്ലെ. ഇതെന്തായിരിക്കും? ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആയിരിക്കും. കാരണം ആദ്യം എന്താ? ഈ ഒരു ബോട്ടിൽ റെസ്റ്റിലാണുള്ളത്. അപ്പൊ നമ്മളെ ന്യൂട്ടന്റെ ലോ പ്രകാരം എന്താ? ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെ തുടരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ ബോട്ടിൽ റെസ്റ്റ് തന്നെ തുടരും അല്ലെ. പെട്ടെന്ന് ഈ ഒരു പേപ്പർ വലിച്ച് ക്വിക്കായിട്ടാണ് ഈ ഒരു പേപ്പർ വലിച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് സംഭവിക്കും? പെട്ടെന്ന് ഈ കുപ്പിക്ക് ഇതിന്റെ സ്റ്റേറ്റ് മാറ്റാനുള്ള കഴിവുണ്ടോ? ഇല്ല. അപ്പൊ ഈ കുപ്പി ഏതിൽ തന്നെ തുടരും? റെസ്റ്റിൽ തന്നെ തുടരും. അപ്പൊ ഇതെന്താണ്? ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആണ്. ഓക്കെ. ഇനി അടുത്ത നോക്ക്. പ്ലേസ് എ ഗ്ലാസ് ഫിൽഡ് വിത്ത് വാട്ടർ ഓൺ എ ഡെസ്ക്. Slowly move it forward and gradually increase its speed. Stop it suddenly. എന്താ പറയുന്നത്? ഒരു ടേബിളിൽ ഒരു ഡെസ്കിൽ ഒരു കപ്പിൽ വെള്ളം നിറച്ചിട്ട് കപ്പ് ഇങ്ങനെ മൂവ് ചെയ്ത് കളിക്കാനാണ് പറഞ്ഞത്. കപ്പ് എന്ത് ചെയ്യുക? മൂവ് ചെയ്ത് കളിക്കുക. എന്നിട്ട് മൂവ് ചെയ്ത് കളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഈ കപ്പും വെള്ളവും മോഷനിലാണുള്ളത് അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക? സഡൻ ആയിട്ട് ഈ ഒരു കപ്പ് നിർത്തുക, റെസ്റ്റിലേക്ക് കൊണ്ടുവരിക. അപ്പൊ എന്ത് സംഭവിക്കും? ഈ വെള്ളം ഇങ്ങനെ സ്പിൽ ചെയ്ത് പോകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഇങ്ങനെ
തെറിച്ചു പോകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ വാട്ട് ഡു യു ഒബ്സർവ്, നെയിം ദ ഇനേഷ്യ പൊസസ്ഡ് ബൈ ദ വാട്ടർ. ഇത് എന്ത് ടൈപ്പ് ഇനേഷ്യ ആയിരിക്കും? ഇനേഷ്യ ഓഫ് മോഷൻ ആയിരിക്കും. എന്തായിരിക്കും? ഇനേഷ്യ ഓഫ് മോഷൻ ആയിരിക്കും. കാരണം മോഷനിലാണ് ഉള്ളത് അല്ലെ, മോഷനിലാണ് ഉള്ളത്. എന്നിട്ട് പെട്ടെന്ന് അത് സ്റ്റോപ്പിലേക്ക് വരുമ്പോൾ ആ മോഷനിൽ നിന്ന് തിരിച്ച് റെസ്റ്റിലേക്ക് വരാനാവോ ഈ വാട്ടറിന്? ഇല്ല. അപ്പൊ അത് എന്തിൽ തന്നെ തുടരും? മോഷനിൽ തന്നെ തുടരും. അപ്പൊ അതെന്താണ്? ഇനേഷ്യ ഓഫ് മോഷൻ ആണ്. സ്റ്റാക്ക് സം carom coins, one above the other as shown in figure 3.7b. Place a plastic cup filled with water above it. Using a long plastic scale, quickly strike out the carom's coin one by one on the top. ഇവിടെ എന്താണ്? ക്യാരം കോയിൻസ് അല്ലെ, ക്യാരംസിന്റെ കോയിൻസ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ആ ക്യാരംസിന്റെ കോയിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു കപ്പിൽ എന്ത് നിറച്ചിട്ടുണ്ട്? വാട്ടർ നിറച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? അടിഭാഗത്ത് വരുന്ന ക്യാരംസിനെ നല്ല സ്പീഡിൽ എന്ത് ചെയ്യുക? ഇങ്ങനെ സ്ട്രൈക്ക് ഓഫ് ചെയ്യാനായിട്ടാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് കാണാനായിട്ട് പറ്റും? ഇങ്ങനെ ഓരോരോ ക്യാരംസ് ഇങ്ങനെ തെറിച്ചു പോകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. പക്ഷേ കപ്പിലുള്ള വെള്ളമോ അത് അങ്ങനെ തന്നെ ഉണ്ടാവും അല്ലേ? ബേസ്ഡ് ഓൺ ദി നോളജ് ഗെയിൻഡ് ഫ്രം ദി ആക്ടിവിറ്റീസ് യു ഹാവ് ഡൺ, റൈറ്റ് ഡൗൺ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ഇനേഷ്യ ഇൻ ദ ടേബിൾ അപ്രോപ്രിയേറ്റ്ലി. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഇനേഷ്യ ഓഫ് റെസ്റ്റ് അല്ലേ? ആദ്യം ഈ കോയിൻ ക്യാരംസ് അടുക്കി വെക്കുമ്പോൾ ഇത് എന്തിലായിരിക്കും ഉണ്ടാവുക? കപ്പ് റെസ്റ്റിലായിരിക്കും ഉണ്ടാവും അല്ലേ? അപ്പൊ റെസ്റ്റിലുള്ള ബോഡിക്ക് റെസ്റ്റിൽ തന്നെ തുടരാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും അല്ലേ? അപ്പൊ നമ്മൾ സ്പീഡിൽ ഇങ്ങനെ ഓരോ ക്യാരംസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു കപ്പ് ഏത് സ്റ്റേറ്റിൽ തന്നെ ഉണ്ടാവും? റെസ്റ്റിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഓൺ ഷേക്കിംഗ് ദ ബ്രാഞ്ച് ഓഫ് എ മാംഗോ ട്രീ ദ മാംഗോസ് ഗെറ്റ് ഡിറ്റാച്ച്ഡ് ആൻഡ് ഫോൾ ഡൗൺ അല്ലേ? അതെന്തായിരിക്കും? ഒരു മാങ്ങ അല്ലെ, ഒരു മാങ്ങ മരത്തിന്റെ മേലെ അല്ലെ, ഒരു മാങ്ങ ഇങ്ങനെ, ഇത് മാങ്ങാ മരാണ്, ഈ മാങ്ങ മരത്തിന്റെ മേലെ ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും അല്ലെ? അപ്പൊ ഈ മാങ്ങ എന്തിലാണുള്ളത്? റെസ്റ്റിലാണുള്ളത്. മാങ്ങ റെസ്റ്റിലാണുള്ളത്. അപ്പൊ ഈ മരം നമ്മൾ ഇങ്ങനെ കുലുക്കുമ്പോൾ ഈ മാങ്ങ ഞെട്ടറ്റ് വീഴാണ് ചെയ്യുന്നത് അല്ലെ? എന്താണ്? ഞെട്ടറ്റ് വീഴാണ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്താണ്? ഇനേഷ്യ ഓഫ് റെസ്റ്റിലായിരിക്കും അല്ലെ? മാങ്ങ എന്തിലാണ് ഉണ്ടാവുക? ഇനേഷ്യ ഓഫ് റെസ്റ്റിലാണ് ഉണ്ടാവുക. എ പാർട്ടിസിപ്പന്റ് ഇൻ ലോങ് ജംപ് കോമ്പറ്റീഷൻ റൺ സം ഡിസ്റ്റൻസ് ആൻഡ് ദെൻ ജംപ്സ് അല്ലെ? ഇവിടെ എന്താ കണ്ടിട്ടുള്ളത്? ഇപ്പൊ ഒരു ലോങ് ജമ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെ, അങ്ങനെ ഓടി വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? തുള്ളുന്നത് അല്ലെ? അപ്പൊ അതെന്തായിരിക്കും? ഇനേഷ്യ ഓഫ് മോഷൻ ആയിരിക്കും. എന്തായിരിക്കും? ഇനേഷ്യ ഓഫ് മോഷൻ. ട്രാവലിംഗ് ഇൻ എ കാർ വിത്തൗട്ട് വിയറിംഗ് സീറ്റ് ബെൽറ്റ് ഈസ് ഡേഞ്ചറസ് അല്ലെ? അതെന്തുകൊണ്ടായിരിക്കും? കാറിൽ അല്ലെ, ഇത് കാറാണെന്ന് വിചാരിക്കും, കാറിൽ നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നു അല്ലെ, കാറ് മുന്നോട്ട് പോകുന്നുണ്ട്, നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്, അപ്പൊ മോഷൻ നടക്കുന്നുണ്ട് അല്ലെ? അപ്പൊ പെട്ടെന്ന് എന്താണ്? കാറ് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തിലാണുള്ളത്? മോഷനിലല്ലേ ഉള്ളത്. അപ്പൊ നമ്മൾ മോഷനിൽ തന്നെ തുടരാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അല്ലെ? അന്നേരം എന്ത് ചെയ്യും? നമ്മൾ പോയിട്ട് കാറിന്റെ ഫ്രണ്ടിൽ പോയിട്ട് ഇടിക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ? നമുക്ക് മോഷനിൽ തന്നെ തുടരാനാണ് ടെൻഡൻസി. പക്ഷേ നമ്മളൊരു സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ സീറ്റ് ബെൽറ്റ് നമ്മൾ അവിടെ പിടിച്ചിരുത്തും അല്ലെ? നമ്മളെ റെസ്റ്റിലേക്ക് ആക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറച്ച് എന്താണ്? എക്സ്പാൻഡ് ദ ടേബിൾ ബൈ ഇൻക്ലൂഡിംഗ് മോർ എക്സാമ്പിൾസ് ഫോർ ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആൻഡ് ഇനേഷ്യ ഓഫ് മോഷൻ. ഇനേഷ്യ ഓഫ് റെസ്റ്റിന്റെയും ഇനേഷ്യ ഓഫ് മോഷന്റെയും കുറച്ചും കൂടി ഫില്ല് ചെയ്യാനാ പറഞ്ഞത്. വെൻ എ ബസ് മൂവ്സ് ഫോർവേഡ് സഡൻലി ദ സ്റ്റാൻഡിങ് പാസഞ്ചേഴ്സ് ടെൻസ് ടു ഫോൾ ബാക്ക്വേർഡ് അല്ലെ? ബാക്കോട്ടേക്ക് മറിയാനുള്ള കാരണം എന്താ? ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആണ് അല്ലെ? മുന്നോട്ടേക്ക് പോകാനുള്ള കാരണം എന്തായിരിക്കും? ഇനേഷ്യ ഓഫ് മോഷൻ ആയിരിക്കും. എ ബോൾ സെറ്റ് റോളിംഗ് ഓൺ എ ഹൊറിസോണ്ടൽ ഫ്ലോർ കീപ്സ് മൂവിങ് ഫോർവേഡ് അല്ലെ? അതെന്താണ്? അതും ഇനേഷ്യ ഓഫ് മോഷൻ ആയിരിക്കും. അടുത്ത ഇനേഷ്യ ഓഫ് റെസ്റ്റ് എന്താ? മാംഗോ ഫോളിംഗ് അല്ലെ? മാംഗോ ഫോളിംഗ് എന്താണ്? ഫോളിംഗ് ഡൗൺവേർഡ്. അത് നമ്മൾ തൊട്ട് മുന്നേ നോക്കിയതാ അല്ലെ? അതെന്താണ്? ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഇവിടെയും വേറെ കുറച്ച് എക്സാമ്പിൾസ് കണ്ടിട്ടുണ്ടല്ലോ. ക്യാരംസ് അല്ലെ? ക്യാരംസ് എന്താണ്? ക്യാരംസ് ഇങ്ങനെ തട്ടി നീക്കുന്നത്. അതേപോലെ തന്നെ എന്താണ്? അതേപോലെ ഇവിടെ നമ്മൾ ഈ ഒരു ബോട്ടിലിന്റെ അല്ലെ, ഈ ഒരു ബോട്ടിലിന്റെ എന്താണ്? ബോട്ടിൽ ഇങ്ങനെ പേപ്പർ ഇങ്ങനെ പിടിച്ചു വലിക്കുമ്പോൾ ഈ ഒരു ബോട്ടില് അതേ അവസ്ഥയിൽ തന്നെ നിൽക്കുന്നത്. ഇതൊക്കെ എന്താണ്? നമുക്ക് ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആയിട്ട് പറയാനായിട്ട് പറ്റും. ഇനി ഇനേഷ്യ ഓഫ് മോഷൻ, അതേപോലെ തന്നെ ഇനേഷ്യ ഓഫ് റെസ്റ്റിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
കാർപ്പറ്റിൽ എന്താ നമ്മൾ വടി കൊണ്ട് അടിച്ചിട്ട് പൊടി പോക്കുന്നത് കാണാനായിട്ട് പറ്റും അല്ലേ. ഈ പൊടി ശരിക്കും എന്താ ഇതിലിങ്ങനെ റെസ്റ്റിലായിരിക്കും ഉണ്ടാവുക അല്ലേ. ഈ പൊടി എന്തായിരിക്കും റെസ്റ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു അടി കൊടുക്കുമ്പോൾ അല്ലേ, ഒരു അടി കൊടുക്കുമ്പോൾ എന്താ ഇതിനൊരു മോഷൻ സംഭവിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇനീഷ്യലി അത് റെസ്റ്റിലാണുള്ളത്, റെസ്റ്റിൽ തന്നെ തുടരും. അപ്പോൾ എന്ത് ചെയ്യും, പൊടി ഇങ്ങനെ തൊയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ കാർപ്പറ്റിൽ നിന്ന് പൊടി തട്ടിക്കളയുന്ന എന്തിന് എക്സാമ്പിളാ, ഇനേർഷ്യ ഓഫ് റെസ്റ്റിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഒരു കപ്പ് വെച്ച് എന്ന് വിചാരിക്കുക. കപ്പിൻ്റെ മേലെ ഞാനൊരു കാർഡ്ബോർഡും വെച്ച്, കാർഡ്ബോർഡിൻ്റെ ഇവിടെ നടുവിലായിട്ട് ഞാനൊരു കോയിന് വെച്ച്. അപ്പോൾ സഡനായിട്ട് ഞാൻ ഈ കാർഡ്ബോർഡിനെ പിടിച്ച് വലിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ കോയിന് ഇതിലേക്ക് വീഴുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അതിൻ്റെ കാരണം എന്താ, ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോയിന് റെസ്റ്റിലാണല്ലോ ഉള്ളത്. അപ്പോൾ ഈ ഒരു കോയിന് റെസ്റ്റ് തന്നെ തുടരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഇവിടെ തന്നെ നിൽക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ഈ കാർഡ്ബോർഡ് വലിച്ചു കഴിഞ്ഞാൽ ഈ കോയിൻ ഇതിൽ വീഴുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇനേർഷ്യ ഓഫ് റെസ്റ്റിന് എന്തൊക്കെയാണ് എക്സാമ്പിൾ, ഒരു സഡനായിട്ട് ഒരു എന്താണ് ബസ് മുന്നോട്ടേക്ക് എടുക്കുമ്പോൾ പാസഞ്ചേഴ്സ് ബാക്കോട്ടേക്ക് വീഴുന്നത്, അതേപോലെ തന്നെ മാവിൻ്റെ കൊമ്പ് കുലുക്കുമ്പോൾ മാങ്ങ താഴേക്ക് വീഴുന്നത്, പിന്നെ എന്താ കപ്പിന് മുകളിൽ ഒരു നാണയം വെക്കുമ്പോൾ അതെന്തിലാണുള്ളത്, ഇനേർഷ്യ ഓഫ് റെസ്റ്റിലാണുള്ളത്. പിന്നെ എന്താണ് കാർപ്പറ്റ് അല്ലേ, കാർപ്പറ്റ് തട്ടിയിട്ട് പൊടി കളയുന്നതും എന്താണ്, ഇനേർഷ്യ ഓഫ് റെസ്റ്റിന് എക്സാമ്പിൾ ആണ്. ഇനേർഷ്യ ഓഫ് മോഷൻ എക്സാമ്പിൾ ഏതൊക്കെയായിരിക്കും, യെസ്, ലോങ് ജമ്പിന് അല്ലേ, ലോങ് ജമ്പിന് ഓടി ചാടി വരുന്നത് അല്ലേ, അതെന്താണ് ഇനേർഷ്യ ഓഫ് മോഷൻ ആണ് അല്ലേ. അതുപോലെ തന്നെ ഒരു ഓടുന്ന ട്രെയിനിൽ നമ്മൾ കോയിൻ എടുത്ത് മേലോട്ടേക്ക് ചാടിക്കഴിഞ്ഞാൽ ആ കോയിന് നമ്മളുടെ കയ്യിൽ തന്നെ വന്ന് വീഴും അല്ലേ, അതും എന്താണ് ഒരു ഇനേർഷ്യ ഓഫ് മോഷൻ ആണ്, ഇനേർഷ്യ ഓഫ് മോഷൻ ആണ്. അതുപോലെ കാറിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാണ്ട് പോകുന്നത് എന്താണ്, അതും ഇനേർഷ്യ ഓഫ് മോഷൻ ആണ്. പിന്നെ എന്ത് പറയാനായിട്ട് പറ്റും, പിന്നെന്താ നമുക്ക് പറയാൻ പറ്റുക, ഒരു പറക്കുന്ന ഹെലികോപ്റ്ററിൽ നിന്നും കുത്തനെ വസ്തുക്കൾ ഇട്ട് കഴിഞ്ഞാൽ അല്ലേ, കുത്തനെ വസ്തുക്കൾ താഴോട്ടേക്ക് ഇട്ടാൽ അത് എവിടെയായിരിക്കും പോവുക, കുറച്ചും കൂടി അകലെ ആയിട്ടായിരിക്കും പോവുക അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ്, എന്തിന് എക്സാമ്പിൾ ആണ്, ഇനേർഷ്യ ഓഫ് മോഷന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.